നമസ്കാരം. കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തകരുടെ നേതാക്കളുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാൻ ബി.ജെ.പിയുടെ മേയർ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഏതായാലും ചരിത്രത്തിലാദ്യമായി ഇപ്പോൾ ബി.ജെ.പിക്ക് തിരുവനന്തപുരത്ത് മേയറായി കഴിഞ്ഞിരിക്കുന്നു. വി രാജേഷ് എന്ന ഏറ്റവും കരുത്തരായ നേതാവ് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ മേയറായി മാറിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ തിരുവനന്തപുരം മേയർ ഉണ്ടാകില്ല. ഇത് വിവാദമാക്കേണ്ട കാര്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന രണ്ട് ചടങ്ങുകളുടെയും പ്രധാന സംഘാടകൻ മേയർ വി രാജേഷ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയാൽ പിന്നീട് അവിടെ നിന്ന് ഓടിപ്പടഞ്ഞ് തലസ്ഥാനത്ത് ഉള്ള പുത്തരിക്കണ്ട മൈതാനത്തിലേക്ക് എത്തി അവിടുത്തെ പരിപാടികളുടെ ഏകോപനം നിർവഹിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും മേയറുടെ ഓഫീസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതൊരു പരമാർത്ഥമാണ്. എന്നാൽ ഇത് സംബന്ധിച്ച വിവാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റോഡ് ഷോയിൽ ഒരുപക്ഷെ മേയറെയും പങ്കെടുപ്പിക്കാനായിരിക്കും സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട് പഴയൊരു സംഭവം ഓർമ്മ വരികയാണ്. 2021 അന്ന് മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ കാണിച്ച ഒരു അബദ്ധം തന്നെയായിരിക്കാം ഒരുപക്ഷെ വി രാജേഷിനെയും വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രിക്കൊപ്പം ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നതിൽ നിന്ന് പിന്മാറാനുണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. 2021 അന്ന് രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് തിരുവനന്തപുരത്തെത്തുന്നു. അദ്ദേഹം PN പണിക്കർ ഫൗണ്ടേഷൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനാണ് വന്നത്. വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട രാഷ്ട്രപതിയുടെ മോട്ടോർ കേഡിനൊപ്പം തന്നെ മേയറുടെ വാഹനവും ഉണ്ടായി. എന്നാൽ പല ചടങ്ങുകളിലും രാഷ്ട്രപതി പങ്കെടുക്കാനുള്ളത് കൊണ്ടും അവിടെ എത്തണമെന്നുള്ളത് കൊണ്ടും മേയർ ആര്യ രാജേന്ദ്രൻ തുടക്കക്കാരി ആയിരുന്നത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ വേണ്ടത്ര പ്രായോഗിക ബുദ്ധിയില്ലായിരുന്നുകൊണ്ടായിരിക്കാം ഈ വാഹന വ്യൂഹത്തിനെ ഓവർടേക്ക് ചെയ്യാൻ തൻ്റെ ഡ്രൈവറോട് ആവശ്യപ്പെട്ടത്. ഏതായാലും അന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച നടപടി വലിയ തോതിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. സുരക്ഷാ വീഴ്ച ഉണ്ടായതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വലിയ തോതിൽ നിന്ന് ദേശീയ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നു ഇത്. ഒരുപക്ഷേ ഈ ഒരു സന്ദർഭം കൂടെ കണക്കിലെടുത്ത് തന്നെ ആയിരിക്കാം വി രാജേഷ് വിമാനത്താവളത്തിലെത്തേണ്ട, അതായത് ആര്യ രാജേന്ദ്രൻ കാണിച്ച അബദ്ധം തനിക്ക് കാണിക്കേണ്ടതില്ല എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ആയിരിക്കാം വി രാജേഷ് ഒരുപക്ഷെ വിമാനത്താവളത്തിൽ നിന്ന് ഒഴിവായത്. പക്ഷേ തിരുവനന്തപുരത്ത് നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ വി രാജേഷ് തന്നെയാണ് പ്രധാന സംഘാടകനായിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചുരുക്കത്തിൽ വി രാജേഷ് പ്രധാനമന്ത്രിയെ കാണാൻ അങ്ങോട്ടല്ല പോകുന്നത്, വി രാജേഷിനെ കാണാൻ പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണം പിടിച്ച ആദ്യത്തെ മേയർ എന്നുള്ള നിലയിൽ ഇന്നത്തെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിലേക്ക് തന്നെ VIP സാന്നിധ്യം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഇന്നത്തെ താരമെന്ന് പറയുന്നത് വി രാജേഷ് തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് വി രാജേഷ് വിമാനത്താവളത്തിലെത്തുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ, അതായത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കുന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ കാര്യമില്ല എന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വേറെ രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ചടങ്ങുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് റെയിൽവേയുടെ ചടങ്ങുണ്ട്, മറ്റൊന്ന് അതേ വേദിയിൽ തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന BJPയുടെ ഒരു പരിപാടി കൂടിയുണ്ട്. ഒരുപക്ഷെ കേരളത്തിനുള്ള പുതിയ വികസന പദ്ധതികളൊക്കെ തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് ഈ വേദിയിൽ വെച്ചായിരിക്കാം. അങ്ങനെ തലസ്ഥാന നഗരിയിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അത് നഗരപിതാവ് എന്നുള്ള നിലയിൽ വി രാജേഷ് തന്നെയാണ് ഈ രണ്ട് പരിപാടിക്കും മുഖ്യ സംഘാടകനായി നിൽക്കേണ്ടത്. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വി രാജേഷ് മികച്ചൊരു സംഘാടകൻ കൂടിയാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന BJPയുടെ എല്ലാ പരിപാടികളിലേക്ക് തന്നെ അതിൻ്റെ ഏകോപനം നിർവഹിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരാളാണ് വി രാജേഷ്. പണ്ട് മുതലേ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ എന്നും മുൻപന്തി നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ വിമാനത്താവളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി, ഗവർണർ, അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥർ, BJP നേതാക്കൾ തുടങ്ങിയവർ ചേർന്നാണ് അദ്ദേഹത്തെ നരേന്ദ്രമോദി സ്വീകരിക്കുന്നത്. എങ്കിലും മേയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആതിഥേയനാണ് ഇന്നെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് തന്നെ മേയറെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രിയെ അവർ മുഖ്യ സംഘടനയായിരിക്കുന്ന വേദിയിലേക്ക് ആനയിച്ചെത്തിക്കുക എന്നുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കടമയാണ് അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേയറുടെ ഔദ്യോഗിക വേഷത്തിൽ സാധാരണ ഇതിൽ VVIPകൾ എത്തുമ്പോൾ നമ്മൾ അവരെ സ്വീകരിക്കുന്നത് നമ്മളെല്ലാം കാണാറുണ്ട്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വപ്നമാണ് അവരുടെ പാർട്ടിയുടെ മേയർ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയൊക്കെ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത്. ഏതാനും നാളുകൾക്ക് മുമ്പ് വി രാജേഷ് മേയറായതിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ വിമാനത്താവളത്തിൽ അന്ന് മേയറിൻ്റെ ഔദ്യോഗിക വേഷമണിഞ്ഞ് രാജേഷ് നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഏതായാലും പ്രധാനമന്ത്രി രണ്ട് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. അതിൻ്റെ പ്രധാന സംഘാടകൻ എന്നുള്ള നിലയിൽ മേയറെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തപ്പെട്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള അബദ്ധം പറ്റാതെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, ഈ ചടങ്ങ് ഭംഗിയായി നടത്തുക എന്നുള്ള ഉത്തരവാദിത്തം ഒരു പരിധിവരെ മേയറുടെ മേൽ കൂടിയാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം വി രാജേഷ് ഇത്തരത്തിൽ എയർപോർട്ടിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നിരിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ ആര്യ രാജേന്ദ്രൻ കാണിച്ചു കൂട്ടിയ ഒരു അബദ്ധം ഇനി ഒരിക്കലും മറ്റൊരാൾക്കുണ്ടാകില്ല, തനിക്ക് ഈ അബദ്ധം മണ്ടത്തനം പറ്റരുത് എന്നുള്ള ആ ഒരു നിർബന്ധം കൂടെ കൊണ്ട് തന്നെ ആയിരിക്കാം
വി രാജേഷ് വിമാനത്താവളത്തിൽ എത്താത്തത്. ഏതായാലും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നത് വലിയൊരു വിജയത്തിൻ്റെ തൊട്ടു പിന്നാലെയാണ്. നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു തിരുവനന്തപുരത്ത് വിജയം കഴിഞ്ഞ് 45 ദിവസത്തിനകം ഞാൻ തിരുവനന്തപുരത്ത് എത്തുമെന്ന്. ആ വാക്ക് നരേന്ദ്രമോദി പാലിച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ നരേന്ദ്രമോദി എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തുന്നത്, അതായത് ആ വേദിയിലേക്ക് സ്വീകരിക്കാൻ എത്തുന്നത് തിരുവനന്തപുരത്തിൻ്റെ BJPയുടെ മേയർ തന്നെയാണ് എന്നുള്ളത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചും കേരളത്തിലെ BJPയെ സംബന്ധിച്ചുമൊക്കെ തന്നെ ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. വി രാജേഷിനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ധന്യമായൊരു മുഹൂർത്തമായി ഇത് മാറും എന്ന് തന്നെ കണക്കാക്കാം.